നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വൈകി വന്ന വീണ്ടും വിചാരം. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സർവകക്ഷി യോഗം വിളിച്ച് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് BJP CPM നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ സംഘർഷം പരിഹരിക്കാൻ മുൻകൈയെടുക്കുമെന്ന് പിണറായി. സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് കുമ്മനം രാജശേഖരൻ. ഇരു പാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ നേതൃ തീരുമാനങ്ങൾ അണികളിലേക്ക് എത്താൻ വൈകുന്നത് സംഘർഷത്തിനിടയാക്കുന്നുവെന്ന് വിലയിരുത്തൽ. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ആനത്തലവട്ടം ആനന്ദൻ, O രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. അന്ത്യം തേടുന്ന തിരക്കഥ. തമിഴ്നാട്ടിൽ ഭരണ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ നിയമസഭ വിളിക്കാൻ ഗവർണർക്ക് അറ്റോർണി ജനറലിന്റെ നിയമോപദേശം. ഭൂരിപക്ഷം തെളിയിക്കാൻ നിയമസഭയിൽ അവസരം ഒരുക്കണമെന്നും മുകുൾ റോഹ്തഗി. അതേസമയം ശശികലയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നാളെ സുപ്രീം കോടതി വിധി പറയും. തനിക്കെതിരായ കോടതി വിധിയും രാഷ്ട്രീയ പ്രതിസന്ധിയും തമ്മിൽ ബന്ധമില്ലെന്ന് ശശികല. മാധ്യമങ്ങൾക്കു നേരെ നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് അറിയില്ല. പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നും ശശികല. അതിനിടെ സത്യപ്രതിജ്ഞാ വിഷയത്തിൽ ഗവർണർ വിദ്യാസാഗർ റാവുവിന് പിന്തുണയുമായി കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. ഗവർണറുടേത് നിഷ്പക്ഷ നിലപാടെന്ന വിശദീകരണം. എന്നാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവർണറെ അനുവദിക്കാത്തത് BJP എന്ന് കോൺഗ്രസ്. വിധിയിൽ വ്യക്തത തേടി. ദേശീയപാതയോരത്തെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിൽ വ്യക്തത തേടി സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഹർജി. കോടതി ഉത്തരവിൽ വ്യക്തതയും ഭേദഗതിയും വേണമെന്ന് ആവശ്യം. കള്ള്, വൈൻ, ബിയർ എന്നിവയെ മദ്യമായി പരിഗണിക്കരുതെന്ന് സർക്കാർ. മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് സർക്കാരിന് സാവകാശം വേണം. ഉത്തരവിൽ നിന്ന് ബിവറേജസിനെയും സിവിൽ സപ്ലൈസിനെയും ഒഴിവാക്കണം. 5 സ്റ്റാർ ബാറുകൾക്കും വിധി ബാധകമാണോ എന്നും ഹർജിയിൽ സംസ്ഥാന സർക്കാർ. അതിനിടെ പാതയോരത്തെ മദ്യശാലകൾ പൂട്ടണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. സർക്കാർ ശ്രമിക്കുന്നത് ഉത്തരവിനെ എതിർക്കാനല്ല, മറിച്ച് വ്യക്തത വരുത്താനെന്നും വിശദീകരണം. ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്റർ ദൂരപരിധിയിലുള്ള മദ്യശാലകൾ അടച്ചുപൂട്ടാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് ഡിസംബർ 15-ന്. പകപോക്കലെന്ന് പോലീസ്. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ജിഷ്ണുവിനെ കോപ്പിയടി കേസിൽ മനഃപൂർവ്വം കുടുക്കിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. പ്രതികാര നടപടി മാനേജ്മെന്റിനെ വിമർശിച്ചതിന്റെ പേരിൽ പ്രിൻസിപ്പൽ എതിർത്ത ഈ നീക്കത്തിന്റെ സൂത്രധാരൻ ചെയർമാൻ കൃഷ്ണദാസ് എന്നും അന്വേഷണ സംഘം. കേസിൽ ചെയർമാനെ ഒന്നാം പ്രതിയാക്കി തൃശൂർ കോടതിയിൽ പോലീസ് കുറ്റപത്രം. വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലടക്കം 5 പേർ പ്രതികളായ കേസിൽ ഗൂഢാലോചന തെളിഞ്ഞെന്നും അന്വേഷണ സംഘം. അതിനിടെ കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കും വരെ നെഹ്റു കോളേജിൽ അനിശ്ചിതകാല പ്രക്ഷോഭം തുടങ്ങി വിദ്യാർത്ഥികൾ. ജിഷ്ണു കേസിൽ ഒളിവിൽ കഴിയുന്ന അധ്യാപകരെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ്. പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും പുറമെ പ്രതിപട്ടികയിൽ അധ്യാപകൻ CP പ്രവീണും എക്സാം സെൽ അംഗങ്ങളായ വിപിൻ വിമൽ എന്നിവരും. കുറ്റക്കാരുടെ അറസ്റ്റ് തിങ്കളാഴ്ച ഉണ്ടാക്കുമെന്ന വിവരത്തെ തുടർന്ന് ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.